ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുന്ന കുറച്ച് അടിപൊളി ടിപ്സാണ്. അപ്പോൾ ആദ്യത്തേത്, നമ്മളിങ്ങനെ കോഫി പൗഡർ അതുപോലെ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ഇങ്ങനത്തെ പാക്കറ്റിലൊക്കെ വാങ്ങി കുറച്ച് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ബോട്ടിൽ വാങ്ങി നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്താൽ നോക്കുമ്പോൾ നല്ല കട്ട പിടിച്ചാകെ നാശാവലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചെങ്കിൽ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ആകെ കേടാവില്ല. അപ്പോൾ അങ്ങനെ ആവാതെ എപ്പോഴും വാങ്ങി വളരെ ഫ്രഷിലായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പൊട്ടിച്ച് ബാക്കി നമ്മൾ എത്ര എടുത്ത് ചെന്ന് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്താൽ നമ്മൾ വാങ്ങി അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് എത്ര വേണമെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് കഴിയുന്നവരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അടുത്ത ടിപ്സ്, നമ്മൾ പഞ്ചസാര എല്ലാം സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ പെട്ടെന്ന് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട ബോട്ടിൽ ഇതുപോലെ ഒരു 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് നന്നായി അടിച്ച് വെച്ചാൽ ഉറുമ്പൊന്നും കയറില്ല കേട്ടോ. ഇനിയുള്ള ടിപ്സ് ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീണ്ടും കാണിക്കുകയാണ്. നമ്മളിങ്ങനെ ഡ്രസ്സിലെല്ലാം ഇങ്ങനെ മഷിയാവില്ല, കുട്ടികളെല്ലാം വരച്ചിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഡ്രസ്സിൽ മഷിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ ആ മഷിയെല്ലാം ഇങ്ങനെ സ്പ്രെഡായി വരുന്നത് കാണാം. എന്നിട്ടൊന്ന് ജസ്റ്റ് കൈനെ കൊണ്ടൊന്ന് വരുത്തി കൊടുക്കുക. വീണ്ടും വേണമെങ്കിൽ ഒന്നും കൂടി സ്പ്രേ ചെയ്യാം. എന്നിട്ട് പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി പോയിട്ട് പഴയതുപോലെ തന്നെ ആകൂട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവരൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഒന്ന് കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് പാചകം ചെയ്യുമ്പോൾ കുറച്ചൊരു എളുപ്പമാവാനുള്ളൊരു ടിപ്സാണ്. അപ്പോൾ ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ നമ്മളതിൽ ഓരോരോ പാചകം നമുക്ക് പെട്ടെന്ന് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഇട്ട് വെച്ചാൽ നമുക്കൊന്ന് വേഗം തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് വെച്ചാൽ നമ്മൾ കുട്ടികളെല്ലാം ഇങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റെല്ലാം രാവിലെ വിരിച്ചിട്ടാൽ അതിൽ കയറിയെല്ലാം മറിഞ്ഞാൽ അപ്പോൾ ആ ഒരു അതുപോലെ ചുളിഞ്ഞെല്ലാം കൂടെ ആകെ വൃത്തിയേടാവലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആവാതെ വിരിച്ച് അതേപോലെ തന്നെ ഇപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ ഇങ്ങനെ ഒരു കോൺ ഭാഗമല്ലേ, ഇങ്ങനെ ഒരു കോൺ ഭാഗം എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ഒന്നൊരു കെട്ടിട്ട് കൊടുക്കാം. ചില കുറച്ചൊരു വലിയ കെട്ടിടണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. ചെറിയ കെട്ടിയത് കുറച്ചൊന്ന് വലുതായിട്ട് ഇങ്ങനെ നല്ല വലിച്ചൊരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ടതിന് ശേഷം നമ്മൾ ബെഡിൻ്റെ ബെഡ് ജസ്റ്റ് ഒന്ന് പൊക്കി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ 4 ഭാഗവും ഒരുപോലെ ചെയ്യണം. നല്ല ടൈറ്റ് ആക്കിയിട്ട് ഓരോരോ ഭാഗവും ചെയ്യാം. ഇങ്ങനെ ടൈറ്റായി 4 ഭാഗവും ചെയ്താൽ നമ്മൾ വിരിച്ച് അതുപോലെ തന്നെ നിൽക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങില്ല. കുട്ടികൾ എത്ര കയറി മറിഞ്ഞാലും നമ്മൾ വിരിച്ച് അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വേറെ ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യണേ.